ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോ ടു. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSC GK ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കേരള PSCയുടെ 2020 മുതൽ 2024 വരെ ചോദിച്ച ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി നൽകുന്ന ഒരു പങ്ക്തിയാണ്. മുൻകാല ചോദ്യങ്ങളുടെ പവർ എന്താണെന്ന് ഈ പങ്ക്തി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനു മുമ്പ് കുറച്ച് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ഇതിനോടൊപ്പമുള്ള പ്ലേലിസ്റ്റ് നോക്കി ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ ബയോളജിയിൽ നിന്നാണ്. ഇപ്പം ബയോളജിയിൽ നിന്ന് LDC മെയിൻസ് 2021 ചോദിച്ച ചോദ്യമാണ്. ബയോളജി കുറച്ച് വിഷമമായിട്ടുള്ളവരൊക്കെ ഇന്നത്തൊന്ന് ക്ലാസ് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ബയോളജിയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. ഫേനത്തെ ആഗിരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത് എന്നാണ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഡി ടോണോപ്ലാസ്റ്റ് ആണ് ശരി ഉത്തരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. അപ്പം അങ്ങനെ കുറേ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ? അപ്പം തന്നെ നമുക്ക് പഠനത്തോടൊരു വെറുപ്പ് തോന്നും. അതായത് ഒരു ചോദ്യം, ഒരു ഉത്തരം, ഇനി അതിൻ്റെ മാത്രം ഒരു വിശദീകരണം. അതിന് പകരം നമുക്കിത് എന്താണെന്ന് അറിയാവുന്ന കൗതുകത്തോടു കൂടി പഠിച്ചു നോക്കൂ. ഈ ചോദ്യങ്ങളൊക്കെ PSCക്ക് വന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, അപ്പം ഇത് വന്നിട്ടുള്ളത് SCRT പാഠഭാഗത്തുനിന്നാണ്. SCRT പാഠഭാഗം ക്ലാസ് 8 കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയാടോ. പക്ഷെ അതാ ക്ലാസ് 8 പാഠഭാഗം അറിയണമെങ്കിൽ ക്ലാസ് 6 ഒരു പാഠം, ആ പാഠത്തെക്കുറിച്ചും ഒന്നറിയണം. അപ്പം നമുക്ക് ക്ലാസ് 6 മുതലൊന്ന് തുടങ്ങാം. PSCക്ക് ഇവിടുന്നും ധാരാളം ചോദ്യങ്ങളുണ്ട്. നമ്മൾ കോശങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കോശഭാഗവുമായി ബന്ധപ്പെട്ട, കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്ന ഈ പാഠഭാഗം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് 6ാം ക്ലാസ്സിലെ പാഠത്തിലേക്ക് പോകാം. അതും കോശവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ കൈകാര്യം ചെയ്യും. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രസകരമായ ഒന്നായി പഠനത്തെ മാറ്റിക്കൊണ്ടുപോവുക. PSC വെറുപ്പടിപ്പിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റാതിരിക്കുക. അപ്പൊ ഘടനാപരമായും ധർമ്മപരമായും ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. കോശം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടകമാണ്. കോശം എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകമാണ്. എങ്ങനെയുള്ള അടിസ്ഥാന ഘടകമാണ്? അത് ഘടനാപരമായി നോക്കുകയാണെങ്കിൽ ഘടനാപരവും അതുപോലെ തന്നെ ജീവധർമ്മപരവും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ കോശങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു വസ്തു നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ ഇടിച്ചാൽ, ഇന്നെ ഇടിച്ചു പൊടിച്ചു, നിങ്ങളെ ഇടിച്ചു പൊടിച്ചു, ഒരു കസാല ഇടിച്ചു പൊടിച്ചു, ജീവനില്ലാത്തൊരു കസാല ഇടിച്ചു പൊടിച്ചു, എന്താ കിട്ടുക? നിങ്ങൾ പലരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഒരുപാട് പേർക്കറിയാം കോശം എന്ന് പറഞ്ഞ തെറ്റാണ്. ജീവന്റെ അടിസ്ഥാന ഘടകമായിട്ടാണ് ഇവിടെ നമ്മൾ കോശത്തെ എടുത്തിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പക്ഷെ നമ്മൾ എല്ലാ വസ്തുക്കളെയും ഇടിച്ചു പൊടിച്ചാൽ നമുക്ക് കിട്ടുക ആറ്റമാണ്. ഹിപ്പ് ഓഫ് ആറ്റംസ്, ഒരു കുന്നോളം ആറ്റമാണ് കിട്ടുക. അത് നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടുമുള്ള ഈ വസ്തുക്കൾ, ഈ ദ്രവ്യം മുഴുവൻ ആറ്റത്താൽ നിർമ്മിതമാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ജീവനുള്ള വസ്തുക്കളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് കോശം എന്ന് പറയാം. കണ്ണോടൊന്നും കാണാൻ പറ്റില്ല, അതാണ് കോശം. അതായത് എന്നെ നിർമ്മിച്ചിരിക്കുന്നത്, നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്, ആനയെ നിർമ്മിച്ചിരിക്കുന്നത്, ഒരു ആലിനെ നിർമ്മിച്ചിരിക്കുന്നത് ഒക്കെ നോക്കുകയാണെങ്കിൽ കോശമാണ്. അപ്പൊ കോശത്തിന്റെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. ഒന്നും കൂടി ഇന്നോട് ഉറപ്പിച്ചാൽ കിട്ടില്ലേ? ഘടനാപരം ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. നമ്മളെ എന്തുകൊണ്ട് നിർമ്മിച്ചു എന്ന അത്ഭുതകരമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത് എന്താ? അടുത്ത ഭാഗം എന്താണ് പറയുന്നത്? അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഈ പാഠത്തിൽ എന്താ പറയണത്? കോശത്തെക്കുറിച്ചുള്ള പഠനം പലപ്പോഴും PSCക്ക് വന്നിട്ടുണ്ട്. കോശത്തെക്കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടും? കോശത്തെക്കുറിച്ചുള്ള പഠനം എളുപ്പത്തിൽ മനസ്സിലാക്കാടോ? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. PSC ചോദിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പൊ എപ്പോഴും ചോദിക്കാം, കോശത്തെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. കോശം നമുക്കറിയാം. ഇപ്പോൾ ആറ്റം നമ്മൾ പഠിച്ചു. ആറ്റം എന്നുള്ള വാക്ക് അറ്റ്മോസ് എന്നുള്ള വിഭജിക്കാൻ പറ്റാത്തത് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അറ്റ്മോസ് വിഭജിക്കാൻ പറ്റാത്തത്
എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നത്. അത് നമുക്ക് രസാന്തരം പറയുമ്പോൾ പഠിക്കാം. അതുപോലെ തന്നെ കോശം എന്നുള്ള വാക്ക് സെൽ എന്ന് പറയുന്ന അത് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് സെൽ രൂപപ്പെടുന്നത്. ആ വാക്കിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ചെറിയ മുറി. ഈ വാക്കിൽ നിന്നാണ് സെൽ എന്നുള്ള വാക്ക് വന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഫിക്സ് ആയല്ലോ. ഒന്നെന്താ പറയടോ? ഒന്നെന്താണ്? കോശത്തെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? സൈറ്റോളജി. കോശം എന്നുള്ള വാക്ക് ഉത്ഭവിച്ചത് കോശത്തിന് ഇംഗ്ലീഷ് പറയുന്ന പേര് സെൽ എന്നാണ്. സെൽ എന്നുള്ള വാക്ക് വരുന്നത് എവിടെ നിന്നാണ്? ലാറ്റിനിൽ നിന്നാണ്. ചെറിയ മുറി എന്നർത്ഥമുള്ള ഒരു വാക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനെ കോശവിജ്ഞാനീയം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം സൈറ്റോളജിക്ക്. പക്ഷെ സൈറ്റോളജി നിങ്ങൾ ഓർത്തിരിക്കും. അപ്പോ അവിടെ നമുക്ക് ക്ലിയർ ആയി ആ ഭാഗം. ഇനി നമുക്കറിയാം ഒറ്റക്കോശം മാത്രമുള്ള ഏകകോശ ജീവികളുണ്ട്, ഒന്നിലധികം കോശങ്ങളുള്ള ബഹുകോശ ജീവികളുമുണ്ട്. അവിടേക്ക് നമുക്ക് കടന്നു പോകാം. ഒറ്റക്കോശം മാത്രമുള്ള ഏകകോശ ജീവികളുമുണ്ട്, ഒന്നിലധികം കോശങ്ങളുള്ള നമ്മളെ പോലെയുള്ള ബഹുകോശ ജീവികളുമുണ്ട്. ഇപ്പൊ ഒരേ ഇനം ഘടനയും ഒരേ പൂർവിക കോശങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നതുമായ കോശ സമൂഹത്തെയാണ് കലകൾ എന്ന് പറയുന്നത്. കോശം, ആ കോശ സമൂഹത്തെ എന്തെന്ന് പറയുന്നു? കലകൾ. എന്താ ഈ കലകൾ എന്ന് പറഞ്ഞാൽ? എന്തിനെയാണോ കലകൾ എന്ന് പറയുന്നത്? കോശ സമൂഹമാണ്. പക്ഷെ ഒരേ ഇനം ഘടനയുള്ള കോശ സമൂഹമായിരിക്കണം. ഒരേ ഇനം ഘടനയുള്ള കോശങ്ങളാണ് അവിടെ ഉള്ളത്. മാത്രമല്ല ഒരേ പൂർവിക കോശത്തിൽ നിന്ന് വന്നതുമാണ്. ഒരേ ഇനം ഘടനയും ഒരേ പൂർവിക കോശത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതുമായ കോശ സമൂഹമാണ് കലകൾ. അപ്പൊ കലകൾ, കോശങ്ങൾ ചേർന്ന് കലകളായി മാറും. ഏതെങ്കിലും കുറച്ച് കോശങ്ങളാണ് ചേരുകയല്ല. എന്താ ചെയ്യുന്നത്? ടിഷ്യൂ, ഇംഗ്ലീഷിൽ അതിന് ടിഷ്യൂ എന്ന് പറയും. ഒരേ ഇനം ഘടനയുള്ള കോശങ്ങളാണ്. അതുപോലെ തന്നെ ഒരേ പൂർവിക കോശത്തിൽ നിന്നും രൂപം കൊള്ളുന്നതുമായ കോശ സമൂഹമാണ് കലകൾ. അപ്പൊ കോശങ്ങളെ കുറിച്ചുള്ള പഠനം PSC ചോദിക്കാറുണ്ട്. കലകളെ കുറിച്ചുള്ള പഠനം ചോദിക്കുമോ? കോശങ്ങളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി ആണെങ്കിൽ കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. കലകളെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഹിസ്റ്റോളജി. ക്ലിയർ ആയല്ലോ? രസകരമായി പോകട്ടോ. പിന്നെ കംപ്ലീറ്റ് ബോറടിക്കും എന്നുള്ള മനോഭാവമൊക്കെ ഒന്നിട്ട് മാറ്റുക. ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോ ഇനി ഇത് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞു, കലകൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ പരസ്പര ബദ്ധമായ ഒരു പറ്റം കലകൾ എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ്, പരസ്പര ബദ്ധമായ ഒരു പറ്റം കലകൾ കൂടിച്ചേർന്നാൽ, കോശങ്ങൾ കൂടിച്ചേർന്ന് കലകളായി, കലകൾ കൂടിച്ചേർന്നാൽ അത് അവയവമായിട്ട് മാറി. അവയവമായിട്ട് മാറി. ഒരു പറ്റം കലകൾ കൂടിച്ചേർന്ന്, പരസ്പര ബദ്ധമായ ഒരു പറ്റം കലകൾ കൂടിച്ചേർന്നാണ് ഓരോ അവയവം, ഓരോ അവയവം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അവയവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കോശങ്ങൾ ചേർന്ന് കലകൾ, കലകൾ ചേർന്ന് അവയവം. പല അവയവങ്ങളുണ്ട്, നമുക്കറിയില്ലേ. നമ്മുടെ ആമാശയം ഒരവയവമാണ്, ഹൃദയം ഒരവയവമാണ്, നമ്മുടെ ത്വക്ക് തന്നെ ഒരവയവമാണ്. അതെങ്ങനെയാ ആ അവയവം ഉണ്ടാകുന്നത്? കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, പരസ്പര ബദ്ധമായ കലകൾ കൂടിച്ചേർന്ന് അവയവം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോ ഇതൊരു ശരീരധർമ്മം നിർവഹിക്കാനാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലട്ടെ ഈ കോശങ്ങൾ. ഓക്കെ, ചില കോശങ്ങൾ കാണാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവയവം. അവയവങ്ങൾ ചേർന്നാണ് വ്യത്യസ്ത ഈ അവയവങ്ങൾ, പല അവയവങ്ങളും കൂടി ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാവും. അവയവ വ്യവസ്ഥ ഇപ്പൊ നമ്മൾ പഠിക്കും. മനുഷ്യ ശരീരത്തിൽ നമ്മൾ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രക്തപര്യന വ്യവസ്ഥയുണ്ട്. ഇപ്പൊ രക്തപര്യന വ്യവസ്ഥയിൽ ഹൃദയമുണ്ട്, സിരകളുണ്ട്, ധമനികളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കൂടി ചേർന്നതാണ് ഓരോ അവയവ വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ജീവികൾ രൂപപ്പെടുന്നത്.
ജീവജാലങ്ങൾ. അപ്പോ കോശം, കോശങ്ങളുടെ കൂട്ടം കല. അപ്പൊ എങ്ങനെയൊക്കെയാ വരുന്നത് ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ. കോശങ്ങൾ ചേർന്ന് കോശത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? കലകൾ ഉണ്ടാകുന്നു. കലകളിൽ ചേർന്ന് എന്തുണ്ടായി മാറുന്നു? അവയവം ഉണ്ടായി മാറുന്നു. അവയവത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? അവയവ വ്യവസ്ഥകൾ ഉണ്ടാകുന്നു. അവയവ വ്യവസ്ഥകൾ ചേർന്ന് ജീവജാലം ഉണ്ടാവും. ഇതാണ് അതിന്റെ പോക്ക്. ഇങ്ങനെയാണത് പോകുന്നത്. നമ്മളെന്നുള്ള ഓരോ ജീവജാലവും ഇങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ആ ഭാഗം നമുക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിച്ചു ഒറ്റക്കോശമുള്ള ഏകകോശ ജീവികളുമുണ്ട്, ഒന്നിലധികം കോശങ്ങളുള്ള ബഹുകോശ ജീവികളുമുണ്ട്. ഒറ്റക്കോശം മാത്രമുള്ള ഏകകോശ ജീവികൾ. ഈ ഏകകോശ ജീവികളിൽ ആരെല്ലാം വരും? ഒറ്റക്കോശം മാത്രമുള്ള ജീവികൾ. അതിലൊന്നാണ് നിങ്ങൾക്ക് ഫെമിലിയറായ ബാക്ടീരിയം. ബാക്ടീരിയ ശരിക്കും പ്ലൂറലാട്ടോ. ബാക്ടീരിയം എന്നാണ് അതിന്റെ സിംഗുലർ. ബാക്ടീരിയം ആണ് അതിന്റെ സിംഗുലർ. ഇതിന്റെ പ്ലൂരൽ ബാക്ടീരിയ ആണ്. ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട് കേട്ടാ. ഇപ്പൊ മീഡിയം സിംഗുലർ ആണ്. മീഡിയ അതിന്റെ പ്ലൂരലാണ്. സിംഗുലറും പ്ലൂറലും വരുമ്പോൾ ഓർത്ത് വെക്കുക. ഇപ്പൊ ബാക്ടീരിയം ഏകകോശ ജീവിയാണ്. ബാക്ടീരിയകൾ ഏകകോശ ജീവികളാണ്. പ്രോട്ടോസോവ കേട്ടിട്ടുണ്ടോ? പ്രോട്ടോസോവ ഏകകോശ ജീവിയാണ്. പ്രോട്ടോസോവ കേട്ടിട്ടുണ്ടോ? പ്രോട്ടോസോവ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. പ്രോട്ടോസോവ ഏകകോശ ജീവിയാണ്. അപ്പൊ ബാക്ടീരിയം, പ്രോട്ടോസോവ തുടങ്ങിയ ഏകകോശ ജീവികളാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ ആരാ? ഒരു പ്രാവശ്യം PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്നല്ല, പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ ബാക്ടീരിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെയാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ. ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ അല്ലേ? എഴുതുന്നത് കാണാനുണ്ടല്ലോ. തലമുടി പോകുന്നില്ലല്ലോ അല്ല? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ എന്ന് പറയപ്പെടുന്നത്, ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ. ഇനി ഒന്നും കൂടി പറയണമെങ്കിൽ ജെനിറ്റിലിയം. ജെനിറ്റിലിയം എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയയാണ്. ഓർത്തു വെക്കാൻ നല്ല രസമുള്ള വാക്കല്ലേ? മൈക്രോ എന്നോർത്തു വെച്ചാൽ മതി അല്ലേ? മൈക്രോ മാക്രോ എന്ന് കേട്ടിട്ടില്ലേ? മൈക്രോ പ്ലാസ്മ ബാക്ടീരിയ. ജെനിറ്റിലിസം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും ചെറിയ ബാക്ടീരിയ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ PPLO എന്നതിനെ വിളിക്കും. PPLO എന്നതിനെ വിളിക്കും. എന്താ PPLO? അങ്ങനത്തെ ഒരു വാക്ക് കൂടി ഓർത്ത് വെച്ചോളൂ. എന്താണ് PPLO എന്ന് പറഞ്ഞാൽ? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക്. പ്ലൂറോ ന്യൂമോണിയ. NUE തന്നെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് NEU ആണോ അറിയില്ല. NEU ആണ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാസംസ്. അവിടെ PPLO ഏതാ വരുന്നത്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാസംസ്. PPLO എന്ന് വിളിക്കും. അപ്പോ ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ ഒരു ഏകകോശ ജീവിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ ഏതാണ്? മൈക്രോപ്ലാസ്മ ജെനിറ്റിലിയം. അതിന് മറ്റൊരു പേരെന്താണ്? PPLO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പ്ലൂറോ പ്ലാസ്മ ലൈക്ക് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാസംസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ബാക്ടീരിയനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ എന്താണ് ഈ പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ? എന്തിനെയാണ് നമ്മൾ പ്രോട്ടോസോവ എന്ന് വിളിക്കുന്നത്? പ്രോട്ടോസോവ എന്ന് പറയുന്നത് എന്താണ് ഈ പ്രോട്ടോസോവ എന്ന് പറയുന്നത്? ഏകകോശ ജീവികളാണ്. ബാക്ടീരിയകളെ പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ്. സ്വതന്ത്രമായി ജീവിക്കുന്നതോ അല്ലെങ്കിൽ പരാന്നഭോജികളായി
കാണപ്പെടുന്നതോ ആയ സൂക്ഷ്മജീവികൾ തന്നെയാണ് പ്രോട്ടോസോവകൾ. ചില പ്രോട്ടോസോവകൾ രോഗകാരികൾ കൂടിയാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചില പ്രോട്ടോസോവകൾ എന്താണ്? ഏകകോശ ജീവികളാണ്. ചില പ്രോട്ടോസോവകൾ രോഗകാരികളിലാണ്. മനുഷ്യരിലും ജന്തുക്കളിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ മലമ്പനി. ആ മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. മറന്നുപോകണ്ട. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയുടെ പേരെന്താണ്? പ്ലാസ്മോഡിയം. ആ പ്രോട്ടോസോവനെ ഓർത്തു വെക്കണം. അതുപോലെ വേറെയും ചില പ്രോട്ടോസോവകൾ നമ്മൾ ഓർത്തു വെക്കുക. അമീബ ഒരു പ്രോട്ടോസോവയാണ്. അമീബേനെ കേട്ടിട്ടില്ലേ? അമീബ ഒരു പ്രോട്ടോസോവയാണ്. അമീബ മാത്രമല്ല, പാരമീസിയം മറ്റൊരു പ്രോട്ടോസോവയാണ്. എന്താ അടിപൊളി പേരുകളാ. യുഗ്ലീന അത് ഒരു പ്രോട്ടോസോവയാണ്. യുഗ്ലീന. ഈ യുഗ്ലീനയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഇതിന് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയും. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിന് പ്രകാശ സംശ്ലേഷണം നടത്താൻ സാധിക്കും. അതൊക്കെ ഏകകോശ ജീവികളാണ്. ബാക്ടീരിയകളും പ്രോട്ടോസോവകളും ഒക്കെ ഒറ്റക്കോശം മാത്രമുള്ള ജീവികളാണ്. ജന്തുലോകത്തിലെ വൈവിധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റക്കോശം തൊട്ടിട്ട് ദശലക്ഷമല്ല, കോടിക്കണക്കിനല്ല കോശങ്ങളുള്ള ജീവികൾ. ഈ ജീവികളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ എണ്ണത്തെ ആശ്രയിച്ചിട്ടാണ്. അല്ലാതെ കോശങ്ങളൊക്കെ പൊതുവെ ചെറുതാ, വളരെ വളരെ ചെറുതാ. ആനയ്ക്ക് വലിയ കോശവും മനുഷ്യന് ചെറിയ കോശവും എന്നുള്ളതിനപ്പുറത്തേക്ക് കോശങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവാണ് വലിയ ജീവികളും ചെറിയ ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ബഹുകോശ ജീവികളോ? അതൊന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, സസ്യങ്ങൾ ഒക്കെ ബഹുകോശ ജീവികളാണ്. ഉറുമ്പ്, ഇതൊക്കെ ബഹുകോശ ജീവികളാണ്. അതിനൊക്കെ ഒന്നിലധികം എന്തുണ്ട്? നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന എല്ലാ ജീവജാലങ്ങളും ബഹുകോശ ജീവികളാണ്. അതിലൊക്കെ എന്തുണ്ട്? ഒന്നിലധികം കോശങ്ങൾ. കോശങ്ങളെ കുറിച്ചൊരു ധാരണയായല്ലോ. അപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠഭാഗം കഴിഞ്ഞിടൂ. ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ പാഠത്തിലേക്ക് ഒന്ന് കടക്കാം. അതിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്തുകയും ചെയ്യാം. നമുക്ക് ഇനി 8ാം ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആരെ ഈ കോശം കണ്ടുപിടിച്ചത് ചോദിച്ചിട്ടുണ്ട്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. കോശം കണ്ടുപിടിച്ചത് ആരാ? റോബർട്ട് ഹൂക്ക്. ശാസ്ത്രജ്ഞന്മാരുടെ പേര് കണ്ടുപിടിക്കലാണ് വലിയ പ്രശ്നം. ഞാനൊരു കഥയായിട്ട് പറയാം. ഹൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുളത്തല്ലേ. ചൂണ്ട ഇടാൻ പോകാറുണ്ടോ നിങ്ങൾ? നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ വലിയ ചൂണ്ട പിടുത്തക്കാരൊന്നുമല്ല, ചെറുപ്പത്തിൽ ചൂണ്ട പിടിക്കും. കുളത്ത് കുളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തോർത്തുമുണ്ടെടുത്തിട്ട് മത്സ്യം പിടിച്ചു പോകും അല്ലേ? അപ്പൊ ഞങ്ങൾ ചൂണ്ട പിടിക്കുന്നില്ലെങ്കിലും ചൂണ്ട നിന്ന ആളുകളെ കാണും ചെറുപ്പത്തിൽ. ഹൂക്ക് എന്ന് പറയും. ഹൂക്ക് ആ ചൂണ്ടേന്റെ മുകളിൽ ഒരു കോശം കുരുങ്ങി കിടക്കണത് ആലോചിക്ക്. ആ ചൂണ്ടയിടുകയാണ്. എങ്ങനെയാ ചൂണ്ടയിടുന്നത്? അതുവരെ നമുക്ക് കോശങ്ങളെ കുറിച്ച് ധാരണയില്ല. ഒരു ഇരുട്ടാണ് കോശത്തെ കുറിച്ച് നമ്മുടെ അറിവ് എന്ന് പറയുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യാണ്? അതിലേക്ക് നമ്മൾ അറിവിന്റെ ഒരു കുളത്തിടുകയാണ്. ആ കുളത്തിൽ വന്നൊരു കോശം എന്ത് ചെയ്യാണ്? എന്നിട്ട് കുടുങ്ങിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു കോശം. അപ്പൊ ആ ഹൂക്കിൽ കുളത്തിൽ കിടക്കുന്ന ഒരു കോശത്തെ കാണണേ. ഹൂക്കിൽ കുളത്തിൽ കിടക്കുന്ന ഒരു കോശത്തെ കാണണം. ആ കോശം അതാണ് റോബർട്ട് ഹൂക്ക്. അപ്പൊ ഹൂക്ക് കോശം. റോബർട്ട് ഹൂക്കാണ് കോശത്തെ കണ്ടുപിടിച്ചത്. കോശത്തിന്റെ മർമ്മം കണ്ടുപിടിച്ചത് ആരാ? കോശത്തിന് മർമ്മമുണ്ട്. ആ മർമ്മം കണ്ടുപിടിച്ചത് ആരാ? കോശം കണ്ടുപിടിച്ചത്. ഓക്കെ, അത് റോബർട്ട് ഹൂക്കാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. അപ്പൊ കോശം മർമ്മം കണ്ടുപിടിച്ചത് അത് എളുപ്പ. ആ കോശം നോക്കൂ, അതിന്റെ മർമ്മത്തിലേക്ക് നോക്കുകയാണ്. അതിന്റെ മർമ്മത്തിന് ഒരു ബ്രൗൺ കളർ കേട്ടോ. ആ ഹൂക്കിൽ കുളത്തിൽ കിടക്കുന്ന കോശത്തെ ഓർമ്മിക്കുക. ആ കോശത്തിന്റെ മർമ്മത്തിലേക്ക് നോക്കി. മർമ്മത്തിലേക്ക് നോക്കിയപ്പോ അതിന്റെ കളർ എങ്ങനെയാണ്? അതൊരു ബ്രൗൺ കളറാണ്. കോശ മർമ്മം കണ്ടുപിടിച്ചതും റോബർട്ട് ബ്രൗൺ. അപ്പൊ കോശം കണ്ടുപിടിച്ചത് പോന്നേ ഹൂക്കിൽ കുളത്തിൽ കിടക്കുന്ന കോശമാണ്. അതിന്റെ മർമ്മം കണ്ടുപിടിച്ചത് ആരാണെന്ന് പോന്നു? റോബർട്ട് ബ്രൗൺ ആണ്. ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരാ? ലിവിങ് എന്ന് പറയാം. ജീവനുള്ള കോശം
അങ്ങനത്തെ ഒന്നുണ്ടല്ലോ ജീവനുള്ള കോശം. ജീവനുള്ള കോശം കണ്ടുപിടിച്ചതാരാ? കുറച്ച് നീണ്ട പേരാ, ഓർത്തു വെക്കാൻ നമ്മൾ വിചാരിക്കും കുറച്ച് പ്രയാസമുണ്ടെന്ന്, പക്ഷെ നമുക്ക് വഴി ഉണ്ടാക്കണമല്ലോ. അദ്ദേഹത്തിന്റെ പേര് ആന്റൺ വാൻ ല്യൂവൻഹോക്ക് എന്നാണ്. ഇവിടെ നോക്കൂ, ല്യൂവൻ എന്നുള്ളോർത്ത് ലിവിങ് എന്നില്ലേ? ല്യൂവൻ എന്നുള്ളോർത്ത് ലിവിങ് എന്നില്ലേ? അപ്പൊ ജീവനുള്ള കോശം ലിവിങ്, ല്യൂവൻഹോക്ക്, ലിവിങ് ല്യൂവൻ. ലെവൻ പുലിയൻ എന്ന് പറയാം അല്ലേ നമുക്ക്. ആ ജീവനുള്ള കോശം കണ്ടുപിടിച്ച ലെവൻ ലിവിങ് ആണ് പുലിയൻ. അപ്പൊ നോക്കൂ, അതുവരെ അറിയാതിരുന്ന കോശത്തെ ആ അജ്ഞാനത്തിൽ നിന്ന് അറിവിന്റെ ജിജ്ഞാസയുടെ ഒരു കൊളത്തിട്ട് അജ്ഞാനത്തിലേക്ക് ഒരു കൊളത്തിട്ട് നമ്മൾ ആ കോശത്തെ കൊണ്ട് എടുത്തിക്കുകയാണ്. ആ കോശത്തിലെ നോക്കുമ്പോ കുളത്തിൽ കുടുങ്ങി കിടക്കുക, ആ ഹൂക്കിൽ കുളത്തി കിടക്കുകയാണ് റോബർട്ട് ഹൂക്ക്. ആ കോശത്തിന്റെ മർമ്മത്തിലേക്ക് നോക്കിയപ്പോ അതിന് ബ്രൗൺ കളറാണ്. റോബർട്ട് ബ്രൗൺ, മനസ്സ് കാണട്ടാ, റോബർട്ട് ബ്രൗൺ. അതിങ്ങനെ കിടന്ന് പെടയിലിട്ട് അതിന് ലിവിങ് ആണ്. കാരണം എന്താ? അത് കണ്ടുപിടിച്ചത് ആള് ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. അപ്പൊ ഇനി രണ്ട് തരത്തിലുള്ള കോശമുണ്ട്, സസ്യകോശവുമുണ്ട്, ജന്തുകോശവുമുണ്ട്. ഇതിനൊക്കെ ചിത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം, ടെക്സ്റ്റ് ബുക്ക് നിർത്ത തന്നെ. സസ്യകോശവും ജന്തുകോശവും. അപ്പൊ നിങ്ങൾക്ക് ഫാൻ എന്താന്നൊക്കെ മനസ്സിലാവും. ആദ്യം തന്നെ പോന്നോട്ടെ. സസ്യകോശം കണ്ടെത്തിയതാരാ? സസ്യകോശം കണ്ടെത്തിയ ആളുടെ പേര് അതാണ് MJ ഷ്ലീഡൻ എന്നാണ്. MJ ഷ്ലീഡൻ. സസ്യകോശം കണ്ടെത്തിയ ആള് MJ ഷ്ലീഡനാണ്. ഷ്ലീഡൻ സസ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൗണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഷ്ലീഡൻ, സ്വീഡ് എന്നോർത്ത് വെച്ചാ പോരെ? ഷ്ലീഡൻ, സ്വീഡ്. സസ്യകോശം, സ്വീഡുണ്ട് സസ്യത്തിന്. ഓക്കെ. അടുത്തതോ ജന്തുകോശം. ജന്തുകോശം ആരാണ് കണ്ടെത്തിയത്? ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ്. ഷാൻ എന്നുള്ളതിന് പകരം സ്വാൻ എന്നോർത്ത് നോക്കൂ നിങ്ങൾ. സ്വാൻ എന്നോർത്ത് നോക്കുക. സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വാൻ എന്താ? അരയന്നമാണ്. തിയോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കൊണ്ട് ഓടുകയാണ് ഒരു മനുഷ്യൻ. അപ്പൊ നിങ്ങളൊരു ചന്ത, വളരെ വിപുലമായ ഒരു ചന്ത നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങളുടെ കണ്ണിൽ കാണണേ ഒരു വലിയ ചന്ത. ഈ ആളുകളുടെ പേരൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ ആ ചന്തയുടെ ഒരു തീരം എന്ന് പറയുന്നത് ഒരു വലിയ പുഴയാണ്. ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് വളരെയധികം ആക്ടിവിറ്റി നടക്കുന്ന ഒരു ചന്തയുള്ളത്. അവിടെ ഈ പുഴ എന്ന് പറഞ്ഞാൽ ആ പുഴയിലേക്ക് ഒരാൾ ചൂണ്ടയിട്ടിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളുമുണ്ട്. അവിടെ കണ്ണ് കാണണം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചൂണ്ടയിൽ, ഹൂക്കിൽ ഒരു സെല്ല് കൊളത്തപ്പെടുകയാണ്. റോബർട്ട് ഹൂക്ക് എന്തായി? കോശം കണ്ടുപിടിച്ചയാണ്. ആ സെല്ലങ്ങനെ ഉയർന്നു വന്നപ്പോ നിങ്ങൾ അതിലേക്ക് നോക്കുകയാണ്. കോശത്തിന് ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തിന് ബ്രൗൺ കളറാണ്. റോബർട്ട് ബ്രൗൺ കോശമർമ്മം കണ്ടുപിടിച്ച ആ കോശം ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണത് ലിവിങ് ആണ്. അയ്യോ, പടയാണ് ആ കോശം. നിങ്ങൾക്കൊരു വിഷമം വരികയാണ്. ലിവിങ് ആണ്. പക്ഷെ അത് ചെയ്യുന്ന കുട്ടികൾ ഭയങ്കര ആവേശത്തിലാണ്. ലിവിങ് ആണ്. അപ്പൊ നമുക്ക് ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് എന്ത് കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലാകും. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ജീവനുള്ള കോശം കണ്ടുപിടിച്ചത്. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കോശമുണ്ട്, സസ്യകോശമുണ്ട്, ജന്തുകോശമുണ്ട്. സസ്യകോശം കണ്ടുപിടിച്ചത് ആരാ? സസ്യകോശം കണ്ടുപിടിച്ചത് ഷ്ലീഡനാണ്. എന്താ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ കണക്ട് ചെയ്യുക? പറയാം. ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാൻ ആണ്. നിങ്ങൾ അവിടേക്ക്, ആ ചന്തയുടെ അവിടേക്ക്, ഇതൊരു കണ്ടുപിടുത്താണല്ലോ, ഒരു സെല്ലാണ് കണ്ടുപിടിച്ചത്. വേറെ ഒരാൾ ഓടി വരികയാണ്. ഒരു യൂറോപ്യൻ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചോളെ, ഓടി വരികയാണ്. ആ ഓടി വരുന്ന അയാൾ തീ കൊണ്ട് ഓടി വരുന്നത് പോലെ. എങ്ങനെയുള്ള തീ? ആദി പിടിച്ച തീയല്ല, അറിവിന്റെ ഒരു രസമുണ്ടല്ലോ, അതുകൊണ്ടുള്ള തീ. അപ്പൊ ഒരു പുതിയ അറിവ് കിട്ടിയ കുട്ടി അത് നാട്ടിലേക്ക് പറയാൻ ഓടി വന്നതുപോലെ. അല്ലെ, ഇപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾക്കറിയാലോ.
ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പ്ലവന തത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആർക്കിമിഡീസ് കുളിമുറിയിൽ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. അദ്ദേഹം നഗ്നനായിട്ട് പെട്ടെന്ന് ഓടി വന്നു രാജകൊട്ടാരത്തിലേക്ക് ആർക്കിമിഡീസ് തത്വം പറയാനെന്നൊക്കെയാണ് ഒരു ചരിത്രമുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു അറിവ് കണ്ടുപിടിക്കുമ്പോൾ അതൊരു ആവേശത്തിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടിയെത്തുകയാണ്. അതിൻ്റെ തീയുണ്ട് അദ്ദേഹത്തിന്, തീ കൊണ്ട് ഓടി വരികയാണ്, ഒരു അറിവിൻ്റെ തീ കൊണ്ട് ഓടി വരികയാണ്. ആ ഓടി വരുന്ന ഒരാളുടെ ചുമരിൽ ഒരു അരയന്നം ഇരിക്കുന്നുണ്ട്, ഒരരയന്നം, വെളുത്തൊരരയന്നം ഇരിക്കുന്നുണ്ട്. തീ കൊണ്ടോടി വരുന്നു തിയോഡാർ ശ്വാൻ. തിയോഡാർ ശ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത്. ഇത് അറിയിക്കാൻ വേണ്ടി വരികയാണ്. ആ അരയന്നത്തിന്റെ വായിൽ ഒരു സ്വീഡുണ്ട്, ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ തറ്റത്തായിട്ടൊരു സ്വീഡുമുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പത്തിൽ കാണുക. അപ്പൊ ഷീഡനായി. ഷ്ലീഡൻ എന്ന് പറയുന്നത് സസ്യകോശം കണ്ടെത്തിയ ആൾ. ഈ രണ്ടാളുകളെ തന്നെയാണ്, ഈ ജന്തുകോശവും അതുപോലെ തന്നെ സസ്യകോശവും കണ്ടെത്തിയ ആളുകളെ തന്നെയാണ് കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പൊ കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഒന്ന് തിയോഡാർ ഷാനും മറ്റൊന്നത് ഷ്ലീഡനുമാണ്. തിയോഡാർ ഷാനും ഷ്ലീഡനുമാണ്. എന്താ കോശ സിദ്ധാന്തം? കോശ സിദ്ധാന്തം എന്താണ്? വളരെ സിമ്പിൾ ആണ്. കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് കണ്ടെത്തിയ ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞു വിട്ടാ. ആരൊക്കെയാ? ഷാനും ഷ്ലീഡനും. കോശ സിദ്ധാന്തം എന്താ? കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ഇതാണ് ഒന്നാമത്തെ. കോശനിർമ്മിതമാണ്. ഇതാണ് ഒന്നാമത്തെ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തേതോ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ഇതാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ഇതാണ് കോശ സിദ്ധാന്തം. എല്ലാ കോശങ്ങളും നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ള അറിവൊന്നുണ്ടായിരുന്നില്ല. കോശം ഉണ്ടാവുന്നുണ്ട്. ആ കോശമാണ്, എല്ലാ ജീവശരീരവും കോശത്താൽ നിർമ്മിതമാണ്. അത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. അങ്ങനെയൊക്കെ വരുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, എന്തിനെ? കോശങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്, എല്ലാ കോശങ്ങളും നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ആ ധാരണ നൽകിയ, ഇതിലേക്കൊരു സംഭാവന നൽകി, ആ നൽകിയ ഒരാളുടെ പേര് കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. അത് റുഡോൾഫ് വിർച്ചോഫ് ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? റുഡോൾഫ് വിർച്ചോഫ്. ഇദ്ദേഹത്തെ ഓർത്ത് വെക്കാൻ ഒരു കോഡ് ഉണ്ടാക്കി നിങ്ങൾ പറയൂ. റുഡോൾഫ് വിർച്ചോഫ്. നിങ്ങളുടെ ഭാവന പാറി നടക്കട്ടോ. പഴയ ക്ലാസ്സിൽ കുട്ടികളെ പോലെ നോട്ട് ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്ത കളർ കൊണ്ടൊക്കെ പേന കൊണ്ടൊക്കെ എഴുതി വെക്ക്. പഠനം എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു മൂവ്മെന്റ് ആയിട്ട് മാറ്റൂ. ഇനി ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് എന്താണ്? അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. അപ്പോ അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ട, ഒട്ടകപ്പക്ഷി അതിന്റെ മുട്ടയാണ്. എന്നാൽ ഏറ്റവും ചെറിയ കോശം ഏതാ? ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ കോശം നമ്മൾ നേരത്തെ പഠിച്ച ആ ചെറിയ ജീവിണ്ടല്ലോ, അതന്നെ മൈക്കോപ്ലാസ്മ ജലറ്റാനിയം. ഓക്കെ. അപ്പൊ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് പഠിച്ചു, ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് പഠിച്ചു. ഈ കോശത്തിനുള്ളിൽ ആ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം. ഓക്കെ, റെഡിയാണല്ലോ? ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ഇടയിൽ ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു കോഴ്സൊക്കെ ഉണ്ട്. ആ കോഴ്സിന് ടോട്ടൽ നിങ്ങളോട് പറയാം. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3500 ആണ് വിത്ത് മെൻറ്ററിങ്. അപ്പം ഞാനതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് അത് കാണാം. കൂടാതെ നമ്മളിൽ നിന്നൊക്കെ 1-2 ദിവസം കൂടുമ്പോൾ നമ്മൾ തരുന്ന ക്ലാസ്സുകളിൽ നിന്ന് ഓൺലൈൻ എക്സാമുകളിൽ പങ്കെടുക്കാം. അതിന് ഞാൻ ടെലിഗ്രാമിലും വാട്സപ്പിലും ലിങ്ക് തരുന്നുണ്ട്.
പരമാവധി ഓൺലൈൻ എക്സാമുകളിലൊക്കെ പങ്കെടുക്കുക, മോക്ക് എക്സാമുകളിൽ പങ്കെടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.